മാന്യമായ വേതനം ഏവരുടെയും അവകാശമാണെന്നും അമിത കൂലി അപകടകരവുമാണെന്നും എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ എറണാകുളം ഏരിയ കോൺട്രാക്ടർ വിങ്ങിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. കഴിഞ്ഞ 2 മാസങ്ങൾ ജില്ലയിലെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ട തൊഴിലാളി ക്ഷാമം മൂലം നിലവിലെ തൊഴിലാളികളുടെ കൂലി വർധനവിൽ പലരും എടുത്ത ജോലികൾ നഷ്ടം കൂടാതെ തീർക്കാനായി കോൺട്രാക്ടർമാർ നെട്ടോട്ടമോടുകയായിരുന്നു. എന്നാൽ നിലവിലെ ഈ സാഹചര്യം മറികടക്കാൻ തൊഴിലാളികളുടെ വേതന നിരക്കിലെ ഏകീകരണത്തിന് മുന്നോട്ട് വരേണ്ടതുണ്ട്. അമിത കൂലിയിൽ നിന്നും നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിനായി അന്യസംസ്ഥാന തൊഴിലാളികൾ സംഘടിക്കുന്ന ഇടങ്ങളിൽ നോട്ടീസ് വിതരണം നടത്തുകയും അവർക്ക് നൽകേണ്ട മാന്യമായ റേറ്റ് പ്രദർശിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നാട്ടുകാരെയും ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഫ്ലെക്സ് ബോർഡിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മള് ലേബർ വർധനവ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അതിന് എറണാകുളം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വിങ് എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അഡ്മിനാണ് എൻ്റെ സുഹൃത്ത് നിഷാദ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 593 ആളുകളാണ് നമ്മൾ ഇതിനകത്ത് മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കർഷക മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബംഗാളികളുള്ള ആളുകൾ മുഴുവൻ അസ്സാമികളും ബംഗാളികളൊക്കെ മുഴുവൻ ആളുകളും അവരുടെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ആളുകൾ കിട്ടാതായപ്പോൾ ഉള്ള ആളുകൾ 1500, 1800 അങ്ങനെ ഒരു മേസന്മാർ ആ ഒരു ലെവലിലും ലേബർ അടിസ്ഥാനത്തിൽ അവർ 1300, 1200 റേറ്റിലാണ് ചോദിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു വർക്ക് ഏറ്റെടുത്താൽ ആ വർക്ക് ഒരു മിനിമം രീതിയിൽ അത് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് മിനിമം രീതിയിലുള്ള വേതനമുള്ള ആളുകൾ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും വിലക്കയറ്റം കൂടുതലുകൊണ്ട് നമുക്കത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാളുകളിൽ അതിൽ ആളുകളെ നമ്മൾ വർക്കേഴ്സിനെ വിളിക്കുമ്പോൾ ഒരു മിനിമം രീതിയിലുള്ള വേജസ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരു വേതനം അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അവർക്ക് വേണമെങ്കിൽ അത്യാവശ്യമായ സൗകര്യങ്ങളും വല്ല ഫുഡും കാര്യങ്ങളുണ്ടെങ്കിൽ അതും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മുടെ ഒരു ഉപജീവനമാർഗ്ഗമാണ്. അപ്പോൾ അവർക്കും ഒരു ഉപജീവനമാർഗ്ഗമാണ് നിലവിലുള്ളത്. അതിൽ കവർ ചെയ്ത് അവർ നമ്മളോട് വലിയൊരു അനീതി കാണിക്കുമ്പോൾ അതിനുള്ളൊരു പ്രതികരിക്കാനുള്ളൊരു അവസരമാണ് ഞങ്ങൾ ഇന്ന് ഈ കോൺട്രാക്ടേഴ്സ് വിങ് എന്നുള്ള രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 593 ആളുകളായിട്ടുണ്ട്. നാളെ അത് കൂടുതൽ ആളുകളാവും. കാരണം എറണാകുളത്ത് ഒരുപാട് ആളുകൾ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ ഉപജീവനമാർഗ്ഗം നടക്കുന്നത് ഈ നിർമ്മാണ മേഖലകളിലാണ്. നിർമ്മാണ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം അസംസ്കൃത മെറ്റീരിയൽ എല്ലാം വളരെയധികം വില കൂടുതലാണ്. ഡീസൽ പെട്രോൾ വില വർധനവനുസരിച്ച് ആനുപാതികമായിട്ട് എല്ലാവരും ഓരോ ദിവസം വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളൊരു കോൺക്രീറ്റ് വെച്ചാൽ പോലും നേരത്തെ 1000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1100, 1200 ലെവലിലാണ് അവർ